ഹായ് ഹലോ, ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ കൂട്ടുകാരി സിത്താരയെ കാണിക്കുന്നു. എന്നിട്ട് സിത്താര ചോദിക്കുകയാണ്, നീ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? നിനക്ക് എന്താണ് ഇത്ര വിഷമം? നീ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന്. ദേവയാനി പറയാണ്, മരുമോളെ കാര്യം നിനക്ക് അറിയാലോ, അവൾ എങ്ങനെ കയറി വന്നതെന്ന്. സിത്താര പറയാണ്, ദേവയാനിയുടെ മരുമകൾ എത്ര ത്യാഗം സഹിച്ചാണ് നിൽക്കുന്നത്. അവളെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. ആദർശമോന് നല്ലൊരു ഭാര്യയെ തന്നെയാണ് കിട്ടിയത്. പിന്നെ മൂർത്തിമുത്തശ്ശനും മുത്തശ്ശിയും ആദർശിനെയും നയനയും ഒരുപാട് ഇഷ്ടവും ആണ് എന്ന് സിത്താര പറയാണ്. ദേവയാനി പറയാണ്, എനിക്ക് അവളെ ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്കിഷ്ടമല്ല അവളെയും വീട്ടുകാരെയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവളെ. സിത്താര പറയാണ്, നീ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കണ്ട. നിനക്ക് എന്തെങ്കിലും വയ്യാതെ വരുമ്പോൾ ഈ നയനെ തന്നെ ഉണ്ടാവുള്ളൂ. അസുഖം വന്നു കിടന്നാൽ അവൾ തന്നെ നിന്നെ നോക്കാനുണ്ടാവുകയുള്ളൂ. അവൾ നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കുറവും ഇല്ല എന്ന്. പിന്നീട് സിത്താര പറയാണ് അനാമികയെക്കുറിച്ച്. അനാമികയെയും ഫാമിലിയെയും എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ അവരെക്കുറിച്ച് നന്നായി അന്വേഷിച്ചിരുന്നോ? അവർ അത്ര നല്ല ഫാമിലി അല്ല. അവർ വലിയ തട്ടിപ്പ് നടത്തുന്നവരും കള്ളത്തരം കാണിക്കുന്നവരും ആണ്. എനിക്ക് പറ്റിയ വലിയ തെറ്റാണ് അവൾ. ഇത് ഞാൻ മുമ്പറിയാണെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു എന്ന്. ദേവയാനി ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ പറയുന്നേ? അനിയും അനാമികയും തമ്മിൽ ഇഷ്ടപ്പെട്ട് നടത്തിയതാണ് എന്ന്. പിന്നെ ആ നയനയുടെ അനിയത്തി ഉണ്ടല്ലോ, അവളെയും ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു നയനയുടെയും തീരുമാനം. അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതുതന്നെയാ അനാമിക മോളെ എനിക്ക് വിവാഹം ചെയ്ത് കൊടുത്തത്. എന്നിട്ട് സിതാര പറയാണ്, അനാമികയുടെ അച്ഛൻ വേണുവല്ലേ? അമ്മയുടെ പേര് രേവതിയല്ലേ? ആ അതെ. അവരെ നിനക്കറിയാമോ? എങ്ങനെയാ പരിചയം എന്നൊക്കെ സിതാര ചോദിക്കുകയാണ് ദേവയാനിയോട്. ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ വീട് റെൻ്റ് കൊടുത്തിട്ട് ഒരാൾ മറിച്ച് കൊടുത്തതും ഒക്കെ? എനിക്ക് ഓർമ്മയുണ്ട്. അത് വേണുവാണ് കൊടുത്തത്. അത് അങ്ങനെയൊന്നും വരില്ല. അനാമിക മോൾക്ക് 12 ലക്ഷത്തിൻ്റെ കാറ് കൊടുത്തു അവളുടെ അച്ഛൻ. ഇപ്പോൾ വീട് വയ്ക്കാൻ കണ്ണായ നല്ല ഒരു സ്ഥലം നോക്കി വച്ചിട്ടുണ്ട്. വേണുവിൻ്റെ കയ്യിൽ നല്ല പൈസയുണ്ട്. ആര് പറഞ്ഞു വേണു പൈസക്കാരനാണ് എന്ന്? ഒന്നുമില്ല. എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ല. ഇനി നീയൊന്ന് സൂക്ഷിച്ചോ. അനാമികയുടെ സ്വഭാവത്തിൽ ഇനി നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവളെ അങ്ങനെ ദേവയാനോട് സിത്താര പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.